ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിന് മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. ഇയ്യോബ് 8-ാം അധ്യായത്തിന് 5-ാമത്തെ വചനം. ഹല്ലേലൂയ. നീ ദൈവത്തെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. അതിന് 7-ാമത്തെ വചനം കൂടെ, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ നിർദോഷിയാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്. ഹല്ലേലൂയ. ആ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നപ്പോൾ ആ ഇയ്യോബാണ് അതായത് ആ കഷ്ടതയെ തളർന്നു പോകാതെ വീണു പോകാതെ, ഹല്ലേലൂയ, സ്തോത്രം, അതിക്രൂരമായ ആ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് ഇയ്യോബാണ് നമ്മളോട് പറയുന്നത് എന്താണ്? നീ ദൈവത്തെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കണം. അതേ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ചില സാഹചര്യങ്ങളിൽ, ചില വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് ശ്രദ്ധയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതീവ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധി ജാഗരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, നിനക്ക് വേണ്ടി നിന്റെ ചില വിഷയങ്ങളുടെ നടുവിൽ സ്തോത്രം മറുപടി കാത്ത യഹോവ വെയിറ്റ് ചെയ്യാണ്. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോവുകയാണ്. നിന്റെ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു യഹോവ ഭക്തൻ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: നീ ശ്രദ്ധയോടുകൂടെ അന്വേഷിക്കണം. ഹല്ലേലൂയ. നീ അപേക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ സാഹചര്യം മാറാൻ പോവുകയാണ്. നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ദൈവം എന്ത് ചെയ്യാൻ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പൽക്കാലം പല കഷ്ടതയുടെ നടുവിലായിരിക്കും നീ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോടായി ഈ ദൈവവചനമാണ് നിങ്ങളോട് പറയുന്നത്. എന്താണ്? നീ എന്നെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ഉണർന്നു വരുന്നൊരു ദൈവമുണ്ട്. അതേ ദൈവമക്കളെ, നിന്റെ വിഷയം എത്ര പഴക്കമുള്ളതായിക്കൊള്ളട്ടെ, ഒരിക്കലും എനിക്ക് ലഭിക്കുകയില്ല എന്ന് നീ വിചാരിക്കുന്ന ചില വിഷയമായിക്കൊള്ളട്ടെ, പക്ഷെ നീ ഒരൊറ്റ കാര്യം ചെയ്യുക: ദൈവത്തെ ശ്രദ്ധയോടുകൂടെ വിളിച്ചപേക്ഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഏത് പഴക്കം ചെന്ന വിഷയത്തിൻ്റെ നടുവിലും പ്രവർത്തിക്കുവാൻ, ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും നിനക്ക് വേണ്ടി ഉണർന്നു വരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ നമുക്കറിയാം 7-ാമത്തെ വചനം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും. നീ ഇപ്പോൾ പോകുന്ന കഷ്ടത നടുവിൽ നിനക്ക് വളരെ അല്പമായി തോന്നും. ഹല്ലേലൂയ. ഇയ്യോബ് 11-16 വായിക്കുന്നു: നീ കഷ്ടത മറക്കും, അതേ നീ ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. അതേ ദൈവമക്കളെ, നിന്റെ ജീവിതത്തെ ആഞ്ഞടിക്കുന്ന എത്ര വലിയ കഷ്ടതയാണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും, അതിൻ്റെ നടുവിൽ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നീ മുട്ടുകുത്തി ദൈവത്തെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ ഉണർന്നു വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ഉണർന്നു വരും. ഹല്ലേലൂയ. യഹോവ, ഹല്ലേലൂയ, ചെവി ചായ്ച്ച് ഇറങ്ങി വരിക തന്നെ ചെയ്യും. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 6 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ ഒരു സഭ പത്രോസിന് വേണ്ടി എന്ത് ചെയ്തു? ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ആ ശ്രദ്ധയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ സ്തോത്ര 2 ചെങ്ങല ഒരു വിഷയമല്ലായിരുന്നു ദൈവമക്കളെ. അതിൻ്റെ നടുവിലും പത്രോസ് എന്ത് ചെയ്തു? ഉറങ്ങുവാനിടയായി തീർന്നു. സുഖമായി ഉറങ്ങുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഉറങ്ങുവാൻ കഴിയുമോ? കഴിയും. നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു മക്കളാണെങ്കിൽ സ്തോത്രം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുള്ളത് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യുക? സുഖമായി സ്വസ്ഥതയോടുകൂടി ഇരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ ശ്രദ്ധയുള്ള പ്രാർത്ഥനയുടെ നടുവിൽ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ദൂതൻ, ഹല്ലേലൂയ, ആ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. അതൊന്നും ഒരു ശ്രദ്ധയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു തടസ്സവുമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ആ അറയിൽ എന്ത് ചെയ്തു? വെളിച്ചം പ്രകാശിച്ചു. പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽക്ക് അവനെ ഉണർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ശ്രദ്ധയുള്ള ഒരു പ്രാർത്ഥനാശീലം നിനക്കുണ്ടെങ്കിൽ, ആ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരും സ്വർഗം. ഹല്ലേലൂയ. ഇറങ്ങി വരും. നിന്റെ വിലാപ്പുറത്ത് തട്ട്, നിന്നെ ഉണർത്തും. ഹല്ലേലൂയ. നിനക്ക് ശക്തി നൽകും. ഹല്ലേലൂയ. നിന്നോട് മുമ്പോട്ട് പോവുക, നിന്നെ ഉത്സാഹിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ഉണ്ട് നമ്മുടെ നടുവിൽ. ഹല്ലേലൂയ. ആ ഒരു കാര്യസ്ഥൻ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണ്? പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ചില സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല അല്ലേ. പലപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് എൻ്റെ ഉള്ളത്തെ വേണ്ടുവണ്ണം പകരുവാൻ
പകരുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കഥ നമുക്ക് പരിചയപ്പെടാം. ഹല്ലേലൂയ. ഒരു ചെറിയ കഥ നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു പട്ടണത്തിൽ ഒരു 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 യൗവനക്കാരനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തൻ്റെ ഹൃദയം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്തൊക്കെയോ ചെറുപ്പത്തിൽ നടന്ന ട്രോമ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓരോരോ ചിന്തകളാണ്. എന്ത് ചെയ്യില്ല, ശ്രദ്ധയോടുകൂടെ ഇപ്പോൾ പഠിക്കുവാനാണെങ്കിൽ ഒരു ശ്രദ്ധയോടുകൂടെ തൻ്റെ ഹൃദയത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഒരു യുവാവിൻ്റെ കഥ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആ യുവാവ് വളരെയധികം ഭാരപ്പെട്ടു. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. എൻ്റെ ഹൃദയത്തെ എന്തുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്തോത്രം, ആ യുവാവ് എന്ത് ചെയ്തു, ആ യൗവനക്കാരൻ ഒരു പട്ടണത്തിലേക്കല്ല, ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറുവാനിടയായി. ഒരു ഗ്രാമത്തിലേക്ക് തനിക്ക് സ്വസ്ഥത ലഭിക്കട്ടെ എന്നും പറഞ്ഞ് പട്ടണ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്ക് വന്നു, ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറി. എങ്കിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ യൗവനക്കാരൻ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ കേൾക്കുവാനിടയായി. അവരുടെ ആ ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് മനസ്സിൻ്റെ ഇത് സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു കൗൺസിലർ പോലെ ഒരു വ്യക്തി ഉണ്ട് എന്ന് ഈ യൗവനക്കാരൻ എന്ത് ചെയ്തു, കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഈ യൗവനക്കാരൻ അങ്ങനെ തീരുമാനിച്ച് എനിക്ക് എന്തായാലും പോയേ പറ്റൂ. കാരണം എൻ്റെ മനസ്സ് ഒരിടത്തും ശ്രദ്ധ വരുന്നില്ല. ചുറ്റുമുള്ളത് പലതും എന്നെ അലട്ടുകയാണ്. എനിക്ക് എന്തോ ഒന്ന് ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ യൗവനക്കാരൻ വൃദ്ധൻ്റെ അടുത്ത് ചെല്ലുകയും ആ വൃദ്ധൻ ആ യൗവനക്കാരനോട് ഇന്ന കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. ആ വൃദ്ധൻ എന്ത് ചെയ്തു, ആ പ്രായം ചെന്ന മനുഷ്യൻ ആ യൗവനക്കാരൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് കൊടുത്തു. ആമേൻ. സ്തോത്രം. ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം പകർന്നു കൊടുക്കുവാനിടയായി തീർന്നു. വെള്ളം ഇങ്ങനെ ഒഴിച്ചതിൻ്റെ വക്കോളം നിറച്ച് അതിൻ്റെ. ഹല്ലേലൂയ. എന്നിട്ട് ഈ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, അതായത് ഈ കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാം, പറഞ്ഞു, നീ ഇതിനെ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകാതെ വണ്ണം നീ എന്ത് ചെയ്യുക, ഈ ഒരു പട്ടണം അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇതിന് ഒരു തുള്ളി വെള്ളം പോലും എന്ത് ചെയ്യരുത്, താഴെ പോകരുത്. നീ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാമം മുഴുവൻ ഒന്ന് ചുറ്റിയിട്ട് എൻ്റെ അടുക്കലേക്ക് തിരികെ വരാൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ യൗവനക്കാരനല്ലേ, അപ്പോൾ എന്താണ്, ആ ഒരു ഉഷിരുമൊക്കെയുള്ള സമയം അല്ലേ, എനിക്ക് എന്തായാലും ഈ ഒരു ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് എന്തായാലും എനിക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. എനിക്കിതിന് ഒരു തുള്ളി പോലും ഞാൻ വീഴ്ത്തുകയില്ല. എനിക്ക് വളരെ ശ്രദ്ധയോടുകൂടെ എനിക്കിത് ഈ ഒരു ടാസ്ക് ചെയ്യണമെന്ന് ചലഞ്ചോടുകൂടെ ആ യൗവനക്കാരൻ ആ ക്ലാസ് എടുത്ത് സൂക്ഷിച്ച് നടക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ സൂക്ഷിച്ചിറങ്ങുന്ന സ്ഥാനത്ത് അതായത് എന്താണ്, കയറ്റമുള്ള വഴിയുണ്ട്. അത് വളരെ ഗ്രാമങ്ങളാണ്, കുഴിയും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. എല്ലാം എപ്പോഴും ഒരുപോലെയല്ല. ചിലയിടത്ത് ഇറക്കമുണ്ട്, ചിലയിടത്ത് കയറ്റമുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചു പോവുക. ആമേൻ. സ്തോത്രം. പോയി അവിടെ എന്ത് ചെയ്തൊരു ആ ഗ്രാമത്തിൽ എന്ത് ചെയ്തു, ഒരു കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തി. അവിടെയൊക്കെ എത്തിയപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട്. ചിലവരെന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കുട്ടികൾ ഓടുന്നു, കുട്ടികൾ കളിക്കുന്നു. അതിൻ്റെ എല്ലാം നടുവിൽ അല്ലെങ്കിൽ ഈ യൗവനക്കാരൻ ഇങ്ങനെ അത് പിടിച്ച് ഇങ്ങനെ പോവുകയാണ്, വളരെ ശ്രദ്ധയോടുകൂടെ പോവുകയാണ്. ചിലയിടത്ത് അവിടെ പട്ടികൾ കുരയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലവരെന്ത് ചെയ്തു, വിൽക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. വളരെ ജനക്കൂട്ടമുള്ളൊരു സ്ഥലം. വാങ്ങുന്നു, വിൽക്കുന്നു, വളരെയധികം ബഹളങ്ങളെല്ലാം ഉള്ള സ്ഥലത്താണ്. പട്ടികൾ കുരയ്ക്കുന്നു, അങ്ങോട്ടേക്ക് ഓടുന്നു, അതുപോലെ കുട്ടികൾ കളിക്കുന്നു. അങ്ങനെ ഇങ്ങനെ വളരെ തിടുക്കമോ അല്ലെങ്കിൽ വളരെ ഇടുക്കമുള്ള സ്ഥലമായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും ഈ യൗവനക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, വൃദ്ധൻ്റെ അടുത്ത് എനിക്ക് ഈ ക്ലാസ് ഏൽപ്പിക്കുന്നു, ഒരു തുള്ളി പോലും പോകാതെ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ തിരിച്ചങ്ങനെ കൊണ്ടുപോയി ആ വൃദ്ധൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആമേൻ. സ്തോത്രം. എന്നിട്ട് വൃദ്ധനോട് യൗവനക്കാരൻ പറഞ്ഞു, നോക്ക്, ഞാൻ ഒരു തുള്ളി പോലും വെള്ളം കളഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോൾ വൃദ്ധൻ ഇങ്ങനെ ചോദിച്ചു, നീ പോയ സ്ഥലങ്ങൾ എങ്ങനെയായിരുന്നു, വളരെ കയറ്റം ഉണ്ടായിരുന്നല്ലോ, അതേപോലെ നീ പോയ ആ കച്ചവട സ്ഥലത്ത് ഒത്തിരി ആൾക്കാർ, ഒത്തിരി ബഹളമില്ലായിരുന്നു, പട്ടി കുരയ്ക്കുന്നത് നീ കേട്ടില്ലേ, കുറേ കുട്ടികൾ അവിടെ നിന്ന് കളിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവർ ഓടിയില്ല, ഇതില്ല. അപ്പോൾ എല്ലാം യൗവനക്കാരൻ
ഇല്ല ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു. അതെന്താ നീ ശ്രദ്ധിക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും വെള്ളം പോകാതെ എനിക്ക് നിങ്ങളുടെ അടുത്തത് ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തു, അതുകൊണ്ട് എനിക്കത് നൽകണം എന്ന് അങ്ങനെ അതുകൊണ്ട് ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല. പട്ടി കുറച്ചതും കുട്ടികൾ കളിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കമുള്ളതാണോ കയറ്റമുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ ആ പ്രായം ചെന്ന ആ വൃദ്ധനായ മനുഷ്യൻ ആ യൗവനക്കാരനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഇങ്ങനെയാണ് നിന്റെ മനസ്സും. ഹല്ലേലൂയ. ആമേൻ. ചുറ്റുമുള്ളതൊന്നും നീ ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ ചുറ്റും നിന്നെ ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിന്നെ ധൃതി കൂട്ടുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും നീ ശ്രദ്ധിക്കാതെ നീ ചിന്തിക്കണം, എൻ്റെ ഹൃദയത്തെ ഞാൻ എന്ത് ചെയ്യും, ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കും. ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുമെന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധയോടുകൂടെ നീ മനസ്സിനെ നിന്നിലേക്ക് ഒതുക്കി അതിനെ മാത്രം ശ്രദ്ധിച്ച് നീ ജീവിച്ച മറ്റൊന്നും നിനക്ക് എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിക്കേണ്ട കാര്യം വരികയില്ല. നീ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്, അതിൽ നിന്ന് ഒരു തുള്ളി പോലും താഴെ പോകില്ല എന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു, അതിൽ നിന്ന് വിജയിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെയാണ് അതേ ദൈവമക്കളെ നമ്മുടെ ലൈഫിലും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു യഹോവ പൈതലിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ എന്ത് ചെയ്യുക, ഞാൻ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റും എന്തൊക്കെ നടന്നോട്ടെ, ചുറ്റുമല്ല നടക്കട്ടെ, ആമേൻ സ്തോത്രം, നീ നിൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധയോടുകൂടെ കൊണ്ടുപോകുന്നുവെങ്കിൽ നിനക്ക് വിജയം ഉറപ്പാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ യൗവനക്കാരൻ ചുറ്റുമുള്ളത് ഒന്നും നോക്കിയില്ല, ചുറ്റും എന്തൊക്കെ നടക്കുന്നു. ആ യൗവനക്കാരൻ്റെ ഹൃദയം എന്തായിരുന്നു, ആ ക്ലാസ്സിന്മേലായിരുന്നു അല്ലേ. അതുകൊണ്ട് ചുറ്റും എന്തൊക്കെ നടന്നു, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹൃദയം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് അയാളെ ആ യൗവനക്കാരന് പഠിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമ്മളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധയോടുകൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ റെഡിയാണ്. ഞാൻ എൻ്റെ ഹൃദയം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കും. ശ്രദ്ധയുള്ള പ്രാർത്ഥനയെങ്കിൽ മേൽ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ പ്രവൃത്തി വരും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഇന്ന് ഭാരപ്പെടുന്നത്, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്തൊരു വിഷയത്തിന്മേലാണോ, നിന്റെ ഹൃദയം ഒരിക്കലും ദൈവസന്നിധി ഒന്ന് ശ്രദ്ധയോടുകൂടെ നിനക്ക് ഒരുക്കമില്ലാത്ത ഒരു ഭാരപ്പെടുന്ന വ്യക്തിയാണോ, സ്തോത്രം, എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനം എടുക്കുക. സ്തോത്രം, ഞാൻ എൻ്റെ ചുറ്റുമുള്ളതൊന്നും നോക്കിയില്ല, ഹൃദയത്തിന്മേൽ വരുന്ന ഒരു ഭാരങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയില്ല, ഞാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ കൊണ്ടുപോകും. ഹല്ലേലൂയ. 86-ാം സങ്കീർത്തനത്തിൽ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വചനമുണ്ട് അവിടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തെ അറിയുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രപ്പെടുത്തണമേ എന്നൊരു വചനം നമ്മളവിടെ വായിക്കുന്ന പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് എൻ്റെ ഹൃദയത്തെ ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധയുള്ളതാക്കി ദൈവസ്ഥലത്തെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇന്ന് നീ ഹല്ലേലൂയ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ അതീവ ശ്രദ്ധയോടുകൂടെ നീ ഒരു വിഷയത്തിന് മേൽ നീ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നിനക്ക് ഇന്ന് വരെ മറുപടി ലഭിക്കാത്ത ഏത് വിഷയത്തിൻ്റെ നടുവിലാണെങ്കിലോ നീ ആ ശ്രദ്ധയോടുകൂടെ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിനക്ക് വിടുതൽ ഉറപ്പാണ്. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലാണ് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ പൂർവ്വസ്ഥിതി ദൈവം അല്പമാക്കാൻ പോവുകയാണ്. നീ ഒന്ന് മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ദൈവസന്നിധി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ദൈവവചനങ്ങൾ ആ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വചനം ഇഷ്ടപ്പെട്ടു എങ്കിൽ ഹല്ലേലൂയ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആമേൻ സ്തോത്രം. ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.